ഗൈസ്, ഈ ഒരു കിയ പിക്കാൻഡോ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേ വ്യൂസ് നമ്മുടെ ഹ്യുണ്ടായുടെ ഐ10ൻ്റെ കോമ്പറ്റേറ്റർ ആയിട്ട് വരും ഇത്. അപ്പോൾ കിയ ഹ്യുണ്ടായി ഒരു സിസ്റ്റം കൺസേൺ ബ്രാൻഡാണല്ലോ. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് അപ്പാരാണ്. ഐ10നെക്കാട്ടിലും കുറച്ചുകൂടി സ്പോർട്ടിയറാണ്. ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം കിയ സെൽറ്റോസ് കൊടുത്തിട്ട് ഞെട്ടിപ്പിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. അതായത് കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, സ്പോർട്ടിയർ ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഈ വാഹനം നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവില്ല എന്ന് ജസ്റ്റ് ഒന്ന് യെസ് ഓർ നോ പോൾ ചെയ്യൂ. നമുക്ക് ലൈറ്റിൻ്റെ പിന്നത്തെ റിയർ ടെയിൽ ലാംപ്സ് ഒക്കെ നോക്കിയൊക്കെ അടിപൊളിയാണ്. താഴത്തെ ആ ഒരു റിവേഴ്സ് ടെയിൽ ലാമ്പും അതേപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സും 15 ഇഞ്ചിൻ്റെ വീൽസും ലുക്ക് തന്നെ വേറെ ഒരു രക്ഷയില്ല. കാരണം നല്ല കോമ്പാക്ട് സെഡാനല്ല, ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിലാണ് കിയത് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടൊക്കെ നോക്കിയൊക്കെ എന്ത് ഷാർപ്പ് ലുക്സ് ആണെന്ന്. ഒരു യുണീക്ക് വാഹനം എന്നുള്ള രീതിയിൽ കിയയ്ക്ക് എന്തായാലും നമ്മുടെ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. നമ്മുടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിലും ഉണ്ടോ, നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് അടിപൊളിയാണ് കാണാൻ. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോൾ ചെയ്യൂ, യെസ് ഓർ നോ, ഈ ഒരു വാഹനം ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊരു ഇടം പിടിക്കില്ലേ എന്ന്. അപ്പോൾ നന്ദി, നമസ്കാരം.